ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഫുഡിനെ കുറിച്ചാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഹാൻഡ് ചേൺഡ് ദേശി ഘീ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ പുറത്തുനിന്ന് നെയ്യ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹാൻഡ് ചേൺഡ് ദേശി ഘീക്കാണ് ഏറ്റവും കൂടുതൽ കാശ് വരുന്നത്. അതായത് വളരെ എക്സ്പെൻസീവാണ് നമ്മുടെ സാധാരണ നെയ്യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിന് ചില കാരണങ്ങളുണ്ട്. ഈ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നെയ്യിന് ഏറ്റവും കൂടുതൽ ന്യൂട്രിഷൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ചേൺഡ് ദേശി ഘീ തന്നെയാണ് നമ്മുടെ നോർമൽ നെയ്യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ഹാൻഡ് ചേൺഡ് ദേശി ഘീ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എന്തായാലും പാല് വീട്ടിൽ വാങ്ങുന്നുണ്ട്. ആ പാലിൽ നിന്ന് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാലിൻ്റെ എക്സ്പെൻസ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ പാല് അല്ലാതെയും നമ്മൾ വീട്ടിൽ വാങ്ങാറുണ്ട്. അപ്പോൾ ഈ നെയ്യ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറച്ച് എഫേർട്ട് മാത്രം മതി. 0 എക്സ്പെൻസിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി റെസിപ്പി കാണാം, എന്നിട്ട് തിരിച്ചു വരാം. നമുക്ക് നെയ്യ് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് പാലിൻ്റെ ക്രീം ശേഖരിച്ച് വെച്ചതാണ്. അതെങ്ങനെയാണ് ശേഖരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും തലേ ദിവസം രാത്രി പാല് തിളപ്പിച്ച് വെക്കാറാണ് പതിവ്. അത് കഴിഞ്ഞ് ആറിയ ശേഷം ഫ്രിഡ്ജിനകത്ത് വെക്കും. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് നല്ല കട്ടിയുള്ള ക്രീം അതിൻ്റെ പുറത്ത് നിന്ന് കിട്ടും. അത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കോരി ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കാം. ഇപ്പം നിങ്ങൾക്ക് തലേ ദിവസം നിങ്ങളിങ്ങനെ പാല് തിളപ്പിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ അന്ന് രാവിലെ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ക്രീം അതിൻ്റെ പുറത്ത് വരും. ആ ക്രീമാണ് നമ്മൾ ശേഖരിക്കേണ്ടതായിട്ട്. പക്ഷേ നല്ല രീതിയിലുള്ള ക്രീം നിങ്ങൾക്ക് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫ്രിഡ്ജിനകത്ത് വെച്ചെടുക്കുന്ന മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാനിത് ഏതാണ്ട് ഒരു 1-1.5 മാസത്തോളം ശേഖരിച്ച ക്രീമാണ്. ആ ക്രീം ഞാനിതാ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഇത് നമുക്ക് എന്നാണോ നെയ്യ് തയ്യാറാക്കേണ്ടത് അതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലോട്ട് അല്പം തൈര് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് വരെ ഒഴിച്ചു കൊടുക്കാം. അല്പം തൈര് കൂടി എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ തൈര് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് നമ്മൾ തൈര് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരണം. എന്നിട്ട് മാത്രം നെയ്യ് ഉണ്ടാക്കിയാലേ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ന്യൂട്രീഷനും ആ ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. തൈരൊക്കെ പുളിപ്പിക്കാനായിട്ട് വെക്കില്ലേ, അതുപോലെ തന്നെ ഒരു രാത്രി അത് പുളിപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾ തൈര് ഉണ്ടാക്കുമ്പം ചെയ്യുന്ന അതേ സമയം തന്നെ ഇതിലേക്കായിട്ടും കൊടുത്താൽ മതി. ഇതിപ്പം നന്നായിട്ട് പുളിച്ചു വന്ന ക്രീമാണ് ഇത്. ഇനി അടുത്ത നമുക്ക് വേണ്ട ഇതുപോലൊരു വലിയ പാത്രമാണ്. ഈ പാത്രത്തിലോട്ട് നമുക്ക് ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ആഡ് ചെയ്ത ശേഷം ഞാൻ ഇതിലോട്ട് ഏതാണ്ട് ഒരു 1 ലിറ്ററോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ധാരാളം വെള്ളം ഒഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എപ്പോഴും വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേൺ ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തോട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ബട്ടർ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ മത്ത് എന്ന് പറയുന്ന സാധനമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് മത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് മറ്റ് പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെന്തായാലും വുഡൻ ബട്ടർ മിൽക്ക് മേക്കർ എന്നും പറഞ്ഞാണ് ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് കടഞ്ഞ് ബട്ടർ എടുക്കുക എന്നുള്ളത് നോക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇമ്മേഴ്സ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് അകത്ത് പോകാനായിട്ട് പാടില്ല. ഏതാണ്ടൊരു മുകളിലെ വശത്ത് തന്നെ ഇത് കിടക്കണം. എന്നിട്ട് ഇതുപോലെ കൈയുടെ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് കറക്കിയെടുക്കുക. 2 ഡയറക്ഷനിലോട്ടും കറക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ നന്നായിട്ട് കറക്കിയെടുക്കുക. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ 2 ഡയറക്ഷനിലോട്ടും ഇതുപോലെ തന്നെ ചെയ്യാം.
ഇത് ചെയ്ത് നമ്മൾ ആ ഒരു കറക്റ്റ് പാകം നമുക്കറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും. ഇതുപോലെ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരും. ഒരു വൈറ്റ് കളർ ലിക്വിഡും ഇതുപോലത്തെ ലൈറ്റ് യെല്ലോയിലുള്ള ബട്ടറും നമുക്ക് കിട്ടും. ഇനി ഈ വെള്ളം മാറ്റി നമുക്ക് ആദ്യം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ബട്ടർ. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ പുറത്ത് ഒരു വലിയ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അരിപ്പിലൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ വെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും കളയരുത്. ഇത് നല്ല ശുദ്ധമായ ബട്ടർ മിൽക്കാണ്, അതായത് മോരാണ്. അല്പം ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കളയരുത്, സംഭാരമായിട്ട് നമുക്ക് കുടിക്കാം. ഈ വെള്ളമില്ലാതെ നമ്മൾ കംപ്ലീറ്റ് ബട്ടറും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടറിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അല്പം ബട്ടർ മിൽക്ക് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞെടുക്കുക. ആ ഒരു ബട്ടർ മിൽക്ക് കളയാനാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ബട്ടർ മിൽക്കും ഇതുപോലെ ഒരു പാത്രത്തിൽ തന്നെ കളക്ട് ചെയ്യാം. ഇതിപ്പോൾ ബട്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളമിട്ട് ഈ ബട്ടർ ഒന്ന് കഴുകിയെടുക്കണം. പക്ഷെ നമ്മളിപ്പോൾ ബട്ടറായിട്ടല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കഴുകേണ്ട കാര്യമില്ല. ബട്ടറായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ബട്ടറായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ബട്ടർ മിൽക്ക് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ബട്ടറാണ്. ഇനി ഇത് എങ്ങനെയാണ് നെയ്യാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ടൊരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കടായി എന്ന് പറയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സ്റ്റീൽ തന്നെ മതി. പക്ഷേ നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ഈ ബട്ടർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ആദ്യം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല പതയുണ്ടാവും മുകളിൽ. അത് കഴിഞ്ഞ് ഇതിൻ്റെ പാകം നന്നായിട്ട് ചൂടായി വരണം. ഇതിൻ്റെ പാകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ മിൽക്ക് സോളിഡ്സ് എന്നാണ് പറയുന്നത്. ഈ മിൽക്ക് സോളിഡ്സ് സെപ്പറേറ്റ് ചെയ്ത് പതുക്കെ താഴെ പോയി തുടങ്ങും. അപ്പോൾ ഈ മിൽക്ക് സോളിഡ്സ് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ നിറമാവുന്നവരെ നമ്മൾ ഈ നെയ്യ് തിളപ്പിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ സാധനം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ നെയ്യുടെ ടേസ്റ്റ് അങ്ങ് അപ്പാടെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോൾഡൻ നിറമാവുന്നവരെ മാത്രം ഇത് തിളപ്പിക്കുക. ഒരു ചെറിയ ഗോൾഡൻ നിറം വന്ന ഉടനെ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം അല്പം കൂടുതൽ ഗോൾഡൻ നിറമായി എന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ വീണ്ടും അത് ചൂടായിട്ട് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അത് സൂക്ഷിക്കുക. കറക്റ്റ് സമയത്താണ് നിങ്ങൾ ഓഫ് ചെയ്യുന്നതെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല. ഇതിൽ വെച്ച് തന്നെ നമുക്ക് തണുപ്പിച്ചെടുക്കാം. എന്നിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കൊരു നല്ല കുപ്പി ഭരണിയിലേക്ക് ഇതുപോലെ അരിച്ചങ്ങ് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഹാൻഡ് ചurned ദേശി ഗീ തയ്യാറായിട്ടുണ്ട്. ഇതിനി നല്ലവണ്ണം ചൂട് മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറും. കൺസിസ്റ്റൻസി മാറി കുറച്ചങ്ങ് കട്ടിയാവും. അതായത് ഇതുപോലെ കളറും മാറി നല്ല കട്ടിയുള്ള നെയ്യ് നമുക്ക് കിട്ടും. അങ്ങനെ ഹാൻഡ് ചurned ദേശി ഗീ നമ്മൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.